ചായ കുടിക്കാൻ പോയാലോ? എന്നാ ഇപ്പൊ തന്നെ പോവാം. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. അങ്ങനെ കണ്ണി കണ്ടതെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ചേച്ചിയെ ഫ്രണ്ടിൽ നടത്തിയിട്ട് ചേച്ചിയോട് പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ മുള്ളംകൊല്ലിക്ക് പോയി. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ളൊരു കടയാണ്. അവിടെ കയറിയാലോ എന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണം നമുക്ക് മുള്ളംകൊല്ലി പോകാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ അവിടുത്തെ വിലവിവര പട്ടികയൊന്ന് വിലയിരുത്തിയതിന് ശേഷം ഇതിലല്ല അതില് ഇതങ്ങനെ നമ്മൾ ചായ പ്ലസ് ചുക്ക് കാപ്പി ആൻഡ് ബർഗർ അത് അത്രയും ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ഏതോ ഈ കരിഞ്ഞവൻ. ദാറ്റ്സ് മൈ ചുക്ക് കാപ്പി ഗൈസ്. പിന്നെ നമ്മുടെ ബർഗർ വന്നു. സുന്ദരനെ സുന്ദരനാക്കിയതിന് ശേഷം നമ്മളത് കഴിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ടായോണ്ടോന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് തോന്നി. സംഭവം ഭയങ്കര ഫ്ലോപ്പാണെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എങ്കിലും വിശന്നിട്ട് അത് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കടയിലെ മറ്റ് സാധനങ്ങളെല്ലാം എന്നെ മാടി മാടി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് ബാലൻസ് ആലോചിച്ചപ്പോൾ ചായ ഈസ് ബെറ്റർ എന്ന് മനസ്സിലായി. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചിയെ കൊണ്ട് തന്നെ ഞങ്ങൾ പൈസ കൊടുപ്പിച്ചു. അവിടെ നമ്മൾ നടക്കാൻ പോയി. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? എന്തടി നോക്കി അതാ പൂങ്കായി ശശിയായിരിക്കും. ഇതങ്ങനെ പ്രിയമോടെ വായ്നോട്ടത്തിന് ശേഷം നമ്മളൊരു റീല് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ അട്ടർലി ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ.